നമസ്കാരം. ഇന്ന് മീഡിയ മലയാളത്തിലേക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് പണ്ഡിതനും പുസ്തക പ്രസാധക രംഗത്തെ ഒരു അതികായനും സർവോപരി കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായ EN നന്ദകുമാറാണ്. നന്ദേട്ടാ നമസ്കാരം. നന്ദേട്ടാ, ഒരു വിവാദ വിഷയത്തിൽ തുടങ്ങാം. അല്ലെ, നന്ദേട്ടനാണ് ഏറ്റവും നന്നായിട്ട് അഭിപ്രായം പറയാൻ, മറുപടി പറയാൻ പറ്റിയ ആൾ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ജാതി സെൻസസ് അതിൻ്റെ ആവശ്യകതയുണ്ടോ വാസ്തവത്തിൽ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ജാതി സെൻസസ് അനിവാര്യമാണ്. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ കേരളം പോലെയുള്ള വളരെ വിദ്യാസമ്പന്നമായിരിക്കുന്നൊരു സംസ്ഥാനം, ഈ സംസ്ഥാനത്ത് എല്ലാ പിന്നാക്ക ജാതികളടക്കമുള്ള ആളുകൾക്ക് അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. ഈ പരിശോധന ജാതി സെൻസസ് എന്ന് പറയുന്ന സമയത്ത് ഹിന്ദുക്കളുടെ മാത്രം ജാതിയല്ല, ഹിന്ദുക്കളുടെ ജാതിയുണ്ട്. അതിൻ്റെ എണ്ണം എനിക്ക് ഒരു നിശ്ചയമില്ല. 100-300 ജാതി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്പൂതിരി മാത്രമായിട്ട് 8 വിഭാഗമുണ്ട്, നായർ മാത്രമായിട്ട് 12 വിഭാഗമുണ്ട്, 7 വരെ എത്രയാണെന്നുള്ളതിൽ അവർക്ക് പോലും അറിഞ്ഞുകൂടാ. അങ്ങനെ ഇഷ്ടംപോലെ ജാതികളുണ്ട്. ജാതിക്കകത്ത് ഉപജാതികളുണ്ട്. അപ്പോൾ സമാനമായിട്ടുള്ള രീതിയിൽ കേരളത്തിലെല്ലാ ഇതിനെ സംബന്ധിച്ചുകൊണ്ട് ഇത് ആദ്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ഞാനൊന്നുമല്ല, മഹാത്മാഗാന്ധിയാണ് പറഞ്ഞ്. മഹാത്മാഗാന്ധി വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത സമയത്ത് ജോർജ് തോമസിനോട് സമരത്തിൽ നിന്ന് മാറിയിരിക്കാൻ വേണ്ടി പറഞ്ഞു. കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, അദ്ദേഹമാണ് ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഉപജ്ഞാവ്, അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലത്തെ ഒരാളെ മാറ്റി നിർത്താമോ എന്ന് ചോദിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധിയുടെ ഉത്തരം മനോഹരമായിട്ട് ഉത്തരമാണ്. മഹാത്മജി പറയുന്നത് ഹിന്ദുക്കളുടെ വരേണ്യവർഗത്തിൻ്റെ പ്രശ്നമാണത്, അവരുണ്ടാക്കിയിട്ടുള്ള പ്രശ്നമാണ്, പരിഹരിക്കേണ്ടത് അവരാണ്, ഹിന്ദുക്കളാണ് പരിഹരിക്കേണ്ടത്. സമാനമായിട്ടുള്ള പ്രശ്നം ക്രിസ്ത്യാനികളിലുണ്ടല്ലോ, അത് പരിഹരിക്കേണ്ടതാണ് ഇദ്ദേഹം. ക്രിസ്ത്യാനികളിൽ CF ആൻഡ്രൂസ് ആണ് ആദ്യമായിട്ട് മഹാത്മാഗാന്ധിയോട് പറഞ്ഞു, ക്രിസ്ത്യാനികളിൽ ജാതിയുണ്ട്, അവിടെ പെലയ പള്ളികളുണ്ട്, ഓർത്തഡോക്സ് സഭകൾ തമ്മിലുള്ള പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ലത്തിൻ കത്തോലിക്കരുണ്ട്, സുറിയാനികളുണ്ട്, മറ്റേ സുനഹദൂസ് നടന്നിട്ടുണ്ട്, കൂനംകുരിശ് സമരം നടന്നിട്ടുണ്ട്. അങ്ങനെ ക്രിസ്ത്യാനികളിൽ നിരവധി പ്രശ്നമുണ്ട്. സമാനമായിട്ടുള്ള ജാതികൾ ക്രിസ്ത്യാനികളിലും മുസ്ലിങ്ങളിലും ഒക്കെ ഉണ്ട്. മുസ്ലിങ്ങളിലുണ്ട്. മുസ്ലിങ്ങൾ നല്ല എക്സാമ്പിൾ കേരളമാണ്. കേരളത്തിൽ സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ട് വരുന്നത് 2005-ലാണ്. 2005-ലാണ്. ആ 2005 കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയുടെ മുമ്പാകെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് വരികയാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി രാഷ്ട്രീയ ബുദ്ധിമാനാണ്. അതുകൊണ്ട് ടിയാൻ അക്കാര്യത്തിൽ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളുടെ ആർക്ക് സംവരണം കൊടുക്കണം, മുസ്ലിങ്ങളുടെ മാപ്പിളമാർക്ക് സംവരണം കൊടുക്കാനാണ് സച്ചാർ എഴുതി വെച്ചിട്ടുള്ളത്, ശുപാർശയുള്ളത്. അപ്പോൾ അത് മാറ്റിയിട്ട് ഉമ്മൻചാണ്ടി പറഞ്ഞു ഈ സാധനം ഞാനിട്ട് എടുക്കണ്ടെന്ന് വെച്ചിട്ട്. കാരണം ഉമ്മൻചാണ്ടി ക്രൈസ്തവ സഭകളിൽ ഓർത്തഡോക്സ് പാർട്ടിയാർക്കി തർക്കമുണ്ട്. ആ തർക്കത്തിൽ ഒരു പക്ഷത്തിന്റെ ആളാണ് ഇദ്ദേഹം ഉമ്മൻചാണ്ടി ഒരു ജാതിയുടെ ശക്തനായിട്ടുള്ള വക്താവാണ് ഉമ്മൻചാണ്ടി. അപ്പൊ അതുകൊണ്ട് ഉമ്മൻചാണ്ടി ഇതിനകത്ത് കൈ പൊള്ളുന്നു വിചാരിച്ചിട്ട് ഉമ്മൻചാണ്ടി പറഞ്ഞു ഇത് കുഞ്ഞാലിക്കുട്ടിയോട് പരിഹരിച്ചോളാൻ പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടിയെക്കാളും രാഷ്ട്രീയ ബുദ്ധിയുള്ള ആളാണ്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഈ പ്രശ്നം NDF-കാർ നോക്കട്ടെ. അന്ന് NDF-ന്റെ ചെയർമാനായിട്ടുള്ള പ്രൊഫസർ കോയയുണ്ട്, ആ കോയയ്ക്ക് പ്രശ്നം വിടുകയാണ്. അപ്പോൾ NDF-ഉം SDPI-യും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ മുസ്ലിം സമുദായത്തിൽ ജാതി വേണ്ട എന്ന് പറയുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ട് അവരുടെ മുമ്പിലെത്തി. അപ്പോൾ ഉടനെ പ്രൊഫസർ കോയ പറഞ്ഞു മുസ്ലിങ്ങളിൽ ജാതി ഇല്ല എന്നങ്ങ് പറഞ്ഞേക്കാൻ പറഞ്ഞു. അങ്ങനെ ജാതി ഇല്ല എന്നുള്ള കോയയുടെ തീരുമാനത്തെ PK കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടിയുടെ മുമ്പിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയെടുത്തതാണ് മുസ്ലിം സമുദായത്തിന് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന 13% സംവരണം. അതിന് അതിമനോഹരമാണ് ഇത്. ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം ഇത് തീരുമാനിക്കുന്നത്, എനിക്കൊക്കെ മനസ്സിലാവാത്തൊരു പ്രശ്നം, ഇത് തീരുമാനിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി ഏത് സമുദായത്തിൽപ്പെട്ട ആളാണ്? മുസ്ലിം സമുദായം. കുഞ്ഞാലിക്കുട്ടി മുസ്ലിം സമുദായത്തിലുള്ള വരേണ്യവർഗത്തിൽപ്പെട്ട ആളാണ്. ഈ ഒസറകള് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ഇവരെയൊക്കെ കുഞ്ഞാലിക്കുട്ടിയുടെ ആളുകൾ വിവാഹം കഴിക്കുമോ? കഴിക്കില്ലല്ലോ. ഇപ്പോൾ ഇവിടെ എൻ്റെയൊക്കെ നാട്ടിൽ ഞാൻ താമസിക്കുന്ന മരട് മുനിസിപ്പാലിറ്റിയിലുണ്ട്. അവിടെ ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൃതശരീരം ശുദ്ധി ചെയ്യും. ആ മൃതശരീരം ശുദ്ധി ചെയ്യുന്ന ആളുകൾ പിസലാന്മാരെന്നാണ് പറയുക. അവര് മനുഷ്യ ശരീരത്തിലുള്ള മലം വരെ വലിച്ചെടുക്കണം, വൃത്തിയാക്കണം. അങ്ങനെ വൃത്തിയാക്കുന്ന ആളുകളെ
ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടിയുടെ ജാതിക്കാർ കല്യാണം കഴിക്കുമോ? അപ്പോൾ മുസ്ലിങ്ങളിലും ഈ ജാതി അതിശക്തമാണ്, ഉച്ചനീചത്വങ്ങൾ വളരെ ശക്തമായിട്ടുണ്ട്. ശക്തമാണ്. ഇവര് പരസ്പരം വിവാഹം കഴിക്കില്ല. ഇത് മാത്രം പോരാപ്പ, ഹിന്ദുക്കൾ ഇപ്പോൾ ഹിന്ദു ശ്മശാനങ്ങളുണ്ട്. ഒരു മുനിസിപ്പാലിറ്റി കൊച്ചിൻ കോർപ്പറേഷനകത്ത് ഏത് ജാതിക്കാരനും രൂപത്ത് പോയിട്ട് അവിടെ പോയി ദഹിപ്പിക്കാം, അല്ലെങ്കിൽ പച്ചാളം ദഹിപ്പിക്കാം, അല്ലെങ്കിൽ ചങ്ങമ്പുഴയിൽ ദഹിപ്പിക്കാം. മറിച്ച് ക്രിസ്ത്യാനിക്ക് എങ്ങനെയാ? ക്രിസ്ത്യാനിക്ക് സിമിത്തേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ സിമിത്തേരി മുക്കിലെ സിമിത്തേരിയിൽ ഏത് ജാതിക്കാർക്കൊക്കെ അവിടെ ശ്മശാനം നടത്താം. ഓർത്തഡോക്സ് സഭക്കാരനോടെ കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റൂല്ലല്ലോ. പറ്റില്ല. പാത്രർക്കീസുകാരനെ കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റൂല്ലല്ലോ. യഹോവ സാക്ഷികളെ കയറ്റുമോ? കയറ്റൂല്ലല്ലോ. പെന്തിക്കോസ്തുകാരെ കയറ്റുമോ? കയറ്റൂല. ഇവർക്ക് എല്ലാവർക്കും പ്രത്യേകം സെമിത്തേരികളാണ്. ഒരു മുനിസിപ്പാലിറ്റിയിൽ 5 തുടങ്ങിയിട്ട് 9 വരെയുള്ള സിമിത്തേരികളാണ് ക്രൈസ്തവ വിഭാഗത്തിനുള്ളത്. സമാനമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ളത്. സുന്നിക്ക് ഒരെണ്ണം, ഷിയയ്ക്കൊരെണ്ണം, അഹമ്മദിയയ്ക്ക് മറ്റൊന്ന്, പിസലാനൊന്ന്, ഒസറയ്ക്കൊന്ന്, റാവുത്തർക്ക് മറ്റൊന്ന്. അങ്ങനെ ഇവർക്ക് എല്ലാവർക്കും വെവ്വേറെയാണ്. ഇവരൊക്കെ വേറെ വേറെ ജാതിയാണ്. പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ വെച്ചിട്ട് മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വം അംഗീകരിച്ചുകൊണ്ട് ഇവരൊക്കെ പറയുന്നു മുസ്ലിം ലീഗ് പറയുന്നതാണ് ശരി. അപ്പം ജാതിയില്ല. പക്ഷെ എൻ്റെ ഒരു സംശയമുള്ളത്, ലീഗിൻ്റെ അവസ്ഥ എന്താ? ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ഒരു തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾ വരില്ല എന്നുള്ളത് പോട്ടെ, തങ്ങളല്ലാത്ത, തങ്ങൾ എന്ന് പറയുന്ന വരേണ്യവർഗത്തിൽപ്പെട്ട ഒരാളല്ലാത്ത, ഒരു പിസലാനിൽപ്പെട്ട, ഒരു ഒസാനിൽപ്പെട്ട, റാവൂത്തരിൽപ്പെട്ട, സുന്നിയല്ലാത്ത, ഷിയ ആയിട്ടുള്ള, അഹമ്മദിയനായിട്ടുള്ള ഒരാളെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് ലീഗുകാരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ടോ? ജനാധിപത്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ടി പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള ധൈര്യമുണ്ടോ? അങ്ങനെയുള്ള ആളെ ഈ പറയുന്ന സമുദായത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാം. നിങ്ങൾ മുസ്ലിം തന്നെ തിരഞ്ഞെടുത്താൽ മതി. ഏതെങ്കിലും മുസ്ലിമായി, എനിക്ക് വിരോധമൊന്നുമില്ല. ഹിന്ദു ആവണമെന്നില്ല, ക്രിസ്ത്യാനി ആവണമെന്നില്ല, അല്ലെങ്കിൽ പാർസി ആവണമെന്നില്ല, വേറെ ഏത് ജാതി വേണമെങ്കിലും ആയിക്കോട്ടെ, വിരോധമില്ല. മുസ്ലിം ആയിട്ടുള്ള എല്ലാ ജാതിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു മുസ്ലിമിന്, പിന്നാക്ക സമുദായത്തിൽപ്പെട്ട ഒരു മുസ്ലിമിനെ ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കാമോ? ആക്കില്ലല്ലോ. ഇവിടെ കേരളത്തിൽ എന്ത് ജനാധിപത്യ കേരളത്തിലുള്ളത്? ജനാധിപത്യം ഇല്ല. ഇപ്പോൾ ഇവിടെ ഒരു ജനാധിപത്യവും ഇല്ല. ഇത് ജനാധിപത്യത്തിൻ്റെ ശുദ്ധമായിട്ടുള്ള ഭോഷ്കാണ് കേരളത്തിൽ നടക്കുന്നത്. ചേട്ടാ, ഈ ഹിന്ദുക്കളിലെ ജാതി മാത്രമേ നമ്മൾ പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ. ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ക്രിസ്തു മതത്തിലെ ഈ ജാതീയമായ വേർതിരിവുകൾ, ഇസ്ലാം മതത്തിലെ ജാതീയമായ വേർതിരിവുകൾ, ഇതെന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല കേരളത്തിൽ? അതിന് പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ ജാതി സംവിധാനങ്ങളുണ്ട്. കേരളത്തിൽ മിക്കവാറും എല്ലാ ജാതി നേതാക്കന്മാരെയൊക്കെ കോൺഗ്രസ്സുകാരാണ്. ഹിന്ദുക്കളുടെ ജാതി നേതാക്കന്മാരൊക്കെ കോൺഗ്രസ്സുകാരാണ്. നിങ്ങൾ ഓരോ നേതാക്കന്മാരുടെ മറ്റേ ധീവര സമുദായം അടക്കമുള്ള എല്ലാ സമുദായത്തിൻ്റെയും, ധീവര സമുദായം, കുടുംബി സമുദായം, നായർ സമുദായം തുടങ്ങിയിട്ടുള്ള എല്ലാ സമുദായത്തിൻ്റെയും സാമുദായിക നേതാക്കന്മാർ കോൺഗ്രസ്സുകാരാണ്. അതുകൊണ്ട് കാപട്യത്തിൻ്റെ ഉടമകളാണ് അവർ. ഈ കാപട്യത്തിൻ്റെ ഉടമകളായതിൻ്റെ പേരിൽ അവരാരും ലീഗുമായിട്ടുള്ള സഖ്യത്തിൻ്റെ പേരിൽ ലീഗിൻ്റെ വിഷയം ഈ പറയുന്ന സമുദായ നേതാക്കന്മാർ, ധീവരസഭയുടെ നേതാവ്, കുടുംബി സമുദായത്തിൻ്റെ നേതാവ്, നായർ സമുദായത്തിൻ്റെ നേതാവ്, ഈഴവ് സമുദായത്തിൻ്റെ നേതാവ്, ഇവരാരും ഈ വിഷയം ഉന്നയിക്കില്ല. പൂന്നല ശ്രീകുമാർ അടക്കം ഉന്നയിക്കില്ല. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ കോൺഗ്രസിൽ നിന്ന് ഔദാര്യം പറ്റിക്കൊണ്ടിരിക്കുന്നവരാണ്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളാണ്. വെള്ളാള മഹേശ്വരയുടെ ആൾ, പുനലൂർ മധു അവിടെ MLA ആയിരുന്ന ആളാണ്. അതെ. അപ്പോൾ ഇങ്ങനെ കോൺഗ്രസ്സിൽ മുഴുവൻ വരുന്ന ആളുകൾ അങ്ങനെയുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ലീഗുമായിട്ട് സഖ്യമുണ്ട്, കേരള കോൺഗ്രസ്സായിട്ട് സഖ്യമുണ്ട്. അതുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല. സമാനമായിട്ടുള്ള രീതിയിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഷയം ചർച്ച ചെയ്യുന്നില്ല. ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ വിഷയം പഠിക്കുന്നുമില്ല. എൻ്റെ ആകെയുള്ള ഒറ്റ റിക്വസ്റ്റ്, ഇത്തരം വിഷയങ്ങൾ പഠിക്കണം. പഠിച്ചിട്ട് ക്രിസ്ത്യാനിക്കും മുസ്ലിമിലും ജാതിയുണ്ട്, അതുകൊണ്ട് ആ ക്രിസ്ത്യാനിയിലും മുസ്ലിമിലെയും പിന്നാക്കക്കാരന് എത്രത്തോളം സംവരണം കിട്ടുന്നുണ്ട്, ഏതെല്ലാം തരത്തിലാണ് അവർക്ക് ജോലി സാധ്യതയുള്ളത്, അവരുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ്, അതൊക്കെ പഠനം നടത്തേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പം മുസ്ലിങ്ങൾ പർദ്ദ ധരിക്കുന്നുണ്ട്. ഈ പർദ്ദ തീരുമാനിക്കുന്ന ആരാണ് തീരുമാനിക്കുന്നത്? വരേണ്യവർഗം. ആരാണ് സ്റ്റേജിൽ പെൺകുട്ടി കയറണമെന്ന് തീരുമാനിക്കുന്നവരാണ്? വരേണ്യവർഗം. ആരാണ് പള്ളി പോകണമെന്ന് തീരുമാനിക്കുന്നത്? വരേണ്യവർഗം. വരേണ്യവർഗമാണ് അവരുടെ പെരുന്നാൾ വരെ തീരുമാനിക്കുന്നത്. തങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെയല്ലല്ലോ തീരുമാനിക്കേണ്ടത്, സാധാരണക്കാരൻ തീരുമാനിക്കേണ്ടതല്ലേ? മുസ്ലിങ്ങളുടെ സാധാരണക്കാരൻ്റെ റോൾ എന്താണ്? അത് ഹിന്ദുവിനേക്കാളെല്ലാം വളരെ ദയനീയമാണ് കേരളത്തിൽ മുസ്ലിമിൻ്റെ അവസ്ഥ.
മുസ്ലിമിൻ്റെ പിന്നാക്കാവസ്ഥ ആരുടെയും ചങ്ക് പൊട്ടുന്ന രീതിയിലെ ദയനീയാവസ്ഥയാണ്. ഈ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ കേരളത്തിൽ? അതിന് വേണമെങ്കിൽ ജാതി സെൻസസ് വേണം. അപ്പോൾ അങ്ങ് പറയുന്നതനുസരിച്ച് ഹിന്ദു മതത്തിലെ മാത്രമല്ല ക്രിസ്തു മതത്തിലെയും ഇസ്ലാം മതത്തിലെയും ഒക്കെ പിന്നാക്ക ജാതികളുണ്ടെന്നും അവരുടെ പിന്നാക്കാവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ ജാതി സെൻസസ് വേണമെന്നുമാണ്. ഒരു സംശയ കരുതില്ല. കാരണം ഹിന്ദു സമൂഹത്തിലെ പിന്നാക്കാവസ്ഥകളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും KP കറുപ്പൻ മാഷും അയ്യങ്കാളിക്ക് ഇവിടെ ജനിച്ചിരുന്നു, മന്നത്ത് പത്മനാഭനും ഒക്കെ ജനിച്ചിരുന്നു. മറിച്ച് നിങ്ങൾ മുസ്ലിം സമുദായത്തിൽ ഒരേ ഒരാളെ ജനിച്ചിരുന്നുള്ളൂ. ആളെ പിന്നെ ലോകം കണ്ടിട്ടില്ല. അതാരാണ്? ഞാനെന്താ അദ്ദേഹത്തിന് പെട്ടെന്ന് പേര് പറഞ്ഞല്ലോ. ഹമീദ് അല്ലല്ല, തങ്ങൾ. അദ്ദേഹത്തിന് കാണാനില്ല. പിന്നെ അദ്ദേഹത്തിന് ഡെഡ് ബോഡി പോലും കിട്ടിയില്ല. നമ്മുടെ ചേകന്നൂർ മൗലവി. ആ ചേകന്നൂർ മൗലവിയുടെ ഡെഡ് ബോഡി പോലും കിട്ടിയില്ല. കാരണം ആകെ ഉണ്ടായിരുന്ന ഏക സാമൂഹ്യ പരിഷ്കർത്താവാണ്. ബാക്കിയെല്ലാം നമ്മുടെ MN കാരശ്ശേരിയെ പോലെയുള്ള കമാൽ പാഷയെ പോലുള്ള ആളുകളാണ്. തികഞ്ഞ മതതീവ്രവാദത്തിന് അനുകൂലമായിട്ട് സംസാരിക്കുന്ന ആളുകൾ. ചേകന്നൂർ മൗലവി അതിനകത്ത് വ്യത്യസ്തനാണ്. അതുകൊണ്ട് ചേകന്നൂർ മൗലവി മരിച്ചതിൻ്റെ കേരളം പോലെയുള്ള ഇത്തരം സാക്ഷികളുടെ സംസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പോലും കിട്ടിയില്ല. ക്രൈസ്തവ സമൂഹത്തിൽ ആരെ സാമൂഹ്യ പരിഷ്കർത്താവുള്ളത്? അവിടെ ഒരു ചട്ടമ്പി സ്വാമി ഉണ്ടായിട്ടുണ്ടോ? അവിടെ ഒരു ഗുരുദേവൻ ഉണ്ടായിട്ടുണ്ടോ? മന്നത്ത് പത്മനാഭൻ ഉണ്ടായിട്ടുണ്ടോ? കറുപ്പൻ മാസ്റ്റർ ഉണ്ടായിട്ടുണ്ടോ? ആ സമുദായത്തിന് ഉണ്ടായിട്ടില്ലല്ലോ. അവിടെയെല്ലാം പള്ളിയാണ് ഭരിക്കുന്നത്, സഭയാണ് ഭരിക്കുന്നത്. ഈ സഭയുടെ പ്രശ്നം തന്നെയാണ് വഖഫിന് കീഴടങ്ങിയത് കേരളത്തിലെ ക്രൈസ്തവ സഭയാണ്. സഭാ നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ വലിയ പങ്കുണ്ട്. ഞാൻ എവിഡൻസ് വെച്ചിട്ട് സംസാരിക്കുക. ഞാൻ അതുകൊണ്ട് ഒരിക്കൽ പറഞ്ഞിരുന്നു, ക്രൈസ്തവ സഭയ്ക്ക് ഇക്കാര്യത്തിൽ വലിയ പങ്കാണ് ഈ മുൻപത്തെ പ്രശ്നത്തിന് നടക്കുള്ളത്. അവരാരും സത്യസന്ധരല്ല. സമാനമായിട്ടുള്ള രീതിയിലാണ് ഈ ജാതി സെൻസസ് വന്നാലാണ് പാവപ്പെട്ട ആളുകളുടെ സ്ഥിതി വരെ കണക്കുകൾ ബോധ്യമാവുക. അത് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനിയിലെയും മുസ്ലിമിൻ്റെയും ഒരേപോലെ തന്നെ വേണം. സുപ്രീം കോടതി പറഞ്ഞ പോലെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല സംവരണം കൊടുക്കേണ്ടത്, പിന്നാക്കക്കാർക്ക് സംവരണം കൊടുക്കണം. അത് അനിവാര്യമാണ്. അതായത് അങ്ങ് പറയുന്നതനുസരിച്ച് യുക്തിസഹമായിട്ട് മതം നോക്കാതെ ജാതീയമായ സാമൂഹ്യ ക്രമത്തിൽ ജാതീയമായ പിന്നാക്കാവസ്ഥ അനുഭവിക്കുന്നവരെ കണ്ടെത്തി അവരുടെ സാമ്പത്തിക സ്ഥിതി കൂടി പരിശോധിച്ചുകൊണ്ട് ഒരു പൊളിച്ചെഴുത്ത് ഈ കാര്യത്തിൽ ആവശ്യമുണ്ട് എന്നാണ്. തീർച്ചയായിട്ടും അവരുടെ സാമ്പത്തിക അവസ്ഥയും അവരുടെ സാമൂഹ്യ അവസ്ഥയും കൂടി പരിശോധിക്കണം. മുസ്ലിങ്ങളുടെ സാമൂഹ്യ അവസ്ഥ കേരളത്തെ സംബന്ധിച്ച് അത്യന്തം ദയനീയമാണ്. അവർക്ക് സാധാരണ മുസ്ലിമിന് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതിന് എനിക്ക് തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. നമുക്ക് എന്തായാലും അങ്ങ് വളരെ എന്താ പറയുക, വെളിച്ചം വീശുന്ന, ഒരുപാട് നമ്മൾ അറിയാത്ത കാണാത്ത കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഒരു മറുപടിയാണ് അങ്ങ് പറഞ്ഞത്. നമുക്ക് ഈ വിഷയങ്ങളുമായിട്ട് ഇനിയും വരാം. കൂടുതൽ ചർച്ച ആവശ്യമുള്ള വിഷയങ്ങളാണ്, കൂടുതൽ പഠനങ്ങൾ നടക്കേണ്ട ഒരു മേഖലയാണിത്. അതുകൊണ്ട് ജാതി സെൻസസ് നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ? ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് അധികാരം കിട്ടിയിട്ടുണ്ട്, കേന്ദ്ര സർക്കാർ അധികാരം സംസ്ഥാനങ്ങൾക്ക് കൊടുത്തു. തീർച്ചയായിട്ടും കേരളത്തിൽ സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് അങ്ങ് പറഞ്ഞതുപോലെ ഒരു ജാതി സെൻസസ് നടത്തി കൃത്യമായ പിന്നാക്കാവസ്ഥ, സാമൂഹ്യ സാമ്പത്തിക പിന്നാക്കാവസ്ഥ മനസ്സിലാക്കി, എല്ലാ മതങ്ങൾക്കുള്ളിലുമുള്ള പിന്നാക്കാവസ്ഥ മനസ്സിലാക്കി അത് പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് മുന്നോട്ട് വരട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ. വളരെ നന്ദി. അഖിലേ.